ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2020 ഒക്ടോബർ 11 ഞായറാഴ്ച ധ്യാനത്തിനായി നമുക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 1 to 9. യോഹന്നാൻ്റെ സുവിശേഷം മനുഷ്യ ഹൃദയങ്ങളെ ഹഠാതെ ആകർഷിക്കുകയും ജീവിത ചുറ്റുപാടുകളിലെ സംഭവങ്ങളെ കോർത്തിണക്കി ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് സംസാരിക്കുവാൻ നമ്മെ കെൽപ്പുള്ളവരാക്കി തീർക്കുന്ന അതിശക്തമായ ഒരു സുവിശേഷ വേദഭാഗമാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷം. 5-ാം അധ്യായത്തിൽ നമ്മുടെ മുൻപാകെ വരച്ചു കാണിക്കുന്നത് ബെഥെസ്ദ കുളക്കരയിൽ നടക്കുന്നതായ ഒരു സംഭവമാണ്. അവിടെ വളരെ പരിക്ഷീണിതനായി 38 സംവത്സരം തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലടിച്ച് ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ യേശു എങ്ങനെ പുതിയ ഇടത്തേക്ക്, പുതിയ അനുഭവത്തിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് അവനെ കരം പിടിച്ചുയർത്തുന്നു എന്നാണല്ലോ ഈ വേദഭാഗം നമ്മുടെ മുൻപാകെ പറയുന്നത്. അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളം ഉണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. യഹൂദന്മാരുടെ ഏത് പെരുന്നാളാണ് എന്ന് യോഹന്നാൻ എടുത്ത് പറയുന്നില്ല എങ്കിലും ആ പെരുന്നാൾ ഏതായിരുന്നാലും ഇവിടെ പ്രധാനം യേശു ഈ ആട്ടുവാതിൽക്കലുള്ള ബെഥെസ്ദ കുളക്കരയിലുള്ള വളരെ പ്രതികൂല അവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. ആ കുളത്തിന് 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു എന്നെടുത്തു പറയുന്നു. ഭാരത ചിന്തയനുസരിച്ച് 5 മണ്ഡപങ്ങളെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളിലേക്ക് ചിന്തിക്കാവുന്നതാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യൻ തൻ്റെ അറിവ് നേടുന്നത്. So these 5 senses are important in human life. പക്ഷേ ഈ 5 മണ്ഡപങ്ങളുടെ പ്രാധാന്യം അവിടെ എടുത്തു പറയുമ്പോഴും ആ കുളക്കരയിൽ കിടക്കുന്ന അനേക വ്യക്തികളുടെ പ്രതിനിധികളായിട്ട് ഒരുവനെ അവിടെ എടുത്തു കാണിക്കുകയാണ്. അവൻ്റെ ജീവിതം വളരെ പ്രതിസന്ധിയിലാണ്, പ്രതികൂലത്തിലാണ്, അവനെ സഹായിക്കുവാൻ ആരുമില്ല. So he is in utter painful situation. He is very helpless and he is alone. അവൻ തനിച്ചാണ് എന്നതുകൂടെ അവിടെ അടിവരയിടേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഡു യു വാണ്ട് ടു ബി മെയ്ഡ് വെൽ? യേശു ചോദിക്കുന്ന ചോദ്യം വളരെ അർത്ഥവത്താണ്. പ്രിയപ്പെട്ടവരെ, വേദഭാഗം നമ്മോട് പങ്കുവയ്ക്കുന്ന ആദ്യ ചിന്ത ഇതാണ്, നിനക്ക് മനസ്സുണ്ടോ? ആർ യു വില്ലിങ് എന്നുള്ളതാണ്. ഇന്ന് സഭയായിട്ട് പ്രത്യേകമായി ദൈവ സൃഷ്ടിയുടെ വ്യവസ്ഥകളെ ഉൾക്കൊള്ളുക എന്നുള്ള വലിയ ചിന്തയാണല്ലോ പങ്കുവയ്ക്കുന്നത്. അക്സെപ്റ്റിംഗ് ദ ഡിഫറൻസ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. മറ്റുള്ള പ്രതികൂല അവസ്ഥയിലിരിക്കുന്നവരെ, ഭിന്നശേഷിയുള്ളവരുടെ ജീവിത അനുഭവങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനും അവരെക്കുറിച്ച് ചിന്തിക്കുവാനുമൊക്കെ സഭ ഇന്ന് വേർതിരിക്കുന്ന ഒരു ദിനം. ഡേ ഫോർ ദ പീപ്പിൾ വിത്ത് സ്പെഷ്യൽ സ്കിൽസ്. ഇവിടെ വളരെ പ്രതികൂല അവസ്ഥയിൽ കിടക്കുന്നതായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് യേശു ഇടപെടുകയാണ്. അവനോട് ചോദിക്കുന്ന ചോദ്യം പ്രധാനപ്പെട്ടതാണ്, നിനക്ക് മനസ്സുണ്ടോ? ആർ യു വില്ലിങ്? നാം എല്ലാവരും നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ ഇതേ രീതിയിൽ പല പരാധീനതകളും പ്രതികൂലാവസ്ഥകളും പല ഭാണ്ഡക്കെട്ടുകളും നാം പേറി നടക്കുന്നവരാണ്. ഈ പ്രതികൂല അവസ്ഥകളിൽ നാമും പറയാറുണ്ട് ഇതേ പല്ലവി തന്നെ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഈ ലോകത്തിൽ എനിക്കാരുമില്ല. അതേ പല്ലവിയാണ് ഇവൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്.
അവൻ പറയുന്നത്, ഞാൻ ഈ കുളക്കരയിൽ അനേക വർഷങ്ങളായിട്ട് കിടക്കുന്നു. ആ കുളത്തിൻ്റെ പ്രത്യേകത കൂടെ എടുത്തു പറയട്ടെ. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അത് സമയത്തൊരു ദൈവദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും. ആ വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യനെ കുറിച്ച് അവതരിപ്പിക്കുന്നത്. ആ കുളത്തിൻ്റെ കുറിച്ചുള്ള ഐതിഹ്യം, മിത്ത് അവിടെ പറയുന്നു. നമുക്കെല്ലാവർക്കും ഈ ഐതിഹ്യം വളരെ ഇഷ്ടമാണ്, മിത്ത് ഇഷ്ടമാണ്, മിറക്കിൾസ് ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്കിഷ്ടമാണ്. അവിടെ ചെന്നാൽ നിനക്ക് സൗഖ്യം ലഭിക്കും, അല്ലെങ്കിൽ എന്നെ കുളത്തിലിറക്കുവാൻ ആരുമില്ല, എനിക്ക് ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം ആരും എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മോട് പറയുന്ന യേശുവിൻ്റെ ചോദ്യം വളരെ പ്രത്യേകതയുള്ളതാണ്. നിനക്ക് മനസ്സുണ്ടോ? ആർ യു വില്ലിങ്? നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഓരോ ആവശ്യത്തിലിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോഴും, ഓരോ പ്രശ്നങ്ങളിലിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോഴും അവരുടെ വില്ലിങ്നെസ്, അവരുടെ ജീവിതത്തിൽ, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അവർക്ക് പ്രതികൂല അവസ്ഥയിൽ നിന്ന് കരകയറി മുൻപോട്ട് പോകുവാൻ അവരെ തന്നെ കെൽപ്പുള്ളവരാക്കി മാറ്റുന്നൊരു ശുശ്രൂഷയാണല്ലോ കൗൺസിലിംഗ് രംഗത്തുള്ളത്. ഇറ്റ്സ് എ ഹീലിംഗ് മിനിസ്ട്രി. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില പരാധീനതകളെ പേറി, പരാധീനതകളിൽ നാം പറഞ്ഞ് മടുത്ത് ഇരിക്കുകയാണോ? അതോ അതിനപ്പുറം യേശുവിൻ്റെ ചോദ്യം നമ്മുടെ ഉള്ളിൽ പ്രതിധ്വനിക്കണം, നിനക്ക് മനസ്സുണ്ടോ? അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യനെ അവിടെ കിടത്തിയിരുന്നു എന്ന് വായിക്കുന്നു. ഒരു പരാധീനതയുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഈ പത്രോസിനോടും യോഹന്നാനോടും എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി അവനും ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണല്ലോ 1-ാം പാഠമായിട്ടെന്ന് വേർതിരിച്ചിരിക്കുന്നത്. ആ വേദഭാഗം ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും. ചെകിടന്മാരെ കേൾപ്പീൻ, കുരുടന്മാരെ നോക്കി കാൺമീൻ. എൻ്റെ ദാസനല്ലാതെ കുരുടനാർ? ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ? എൻ്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവനാർ? പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. തൻ്റെ ജനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ പറയുകയാണ്, നിനക്ക് വേണ്ടി ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയും ആക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നിന്നോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനും അറിയുവാനും അതിൽ ജീവിതത്തെ പ്രത്യാശയോടെ കാണുവാനും പലപ്പോഴും സാധിക്കുന്നില്ല. ഒക്ടോബർ 10-ാം തീയതി വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു. ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ നമ്മോട് പറയുന്നൊരു സന്ദേശമുണ്ട്. നാം ഓരോരുത്തരിലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബലഹീനതകളുള്ള പലരും തങ്ങളുടെ ബലഹീനതകളെ മറച്ചുവെച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ ചിലയിടങ്ങളിൽ തട്ടി തെറിച്ച് മറിഞ്ഞു വീഴുന്നു. നിയന്ത്രണമില്ലാതെ ജീവിതങ്ങൾ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നിനക്ക് മനസ്സുണ്ടോ എന്ന യേശുവിൻ്റെ ചോദ്യം വളരെ പ്രത്യേകതയുള്ളതാണ്. കാഴ്ചയില്ലാതിരുന്നിട്ടും മറ്റ് പല പ്രതികൂല അവസ്ഥകളിലൂടെ കടന്നുപോയിട്ടും ബ്രെയിൽ ലിപിയിലൂടെ കാഴ്ചയില്ലാത്തവർക്ക് വായിക്കുവാൻ വേണ്ടിയുള്ള വാതായനം തുറന്നിട്ട ഹെലൻ കെല്ലർ ഇങ്ങനെ പറയുന്നു, ദ ഓൺലി തിങ് worse than being blind is having sight but no vision. നിന്റെ ഉള്ളിൽ നിനക്ക് ദർശനമില്ലാത്ത, കാഴ്ചയില്ലാത്ത അനുഭവമാണ് ഏറ്റവും വലിയ പ്രതികൂലാവസ്ഥ. പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ യേശുവിൻ്റെ ചോദ്യം പ്രത്യേകതയുള്ളതാണ്. നിനക്ക് മനസ്സുണ്ടോ? രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമ്മോട് പറയുന്നു, ആർ യു ബ്ലൈൻഡ് വിത്ത് യുവർ ഇന്നബിലിറ്റീസ്? നിന്റെ ചുറ്റുപാടുമുള്ള പ്രതികൂല അവസ്ഥകളെല്ലാം നീ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അക്കമിട്ട് നിരത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പല പ്രതികൂല അവസ്ഥകളും ഉണ്ടാകുമ്പോൾ നാം പറയാറുണ്ട്, എനിക്കത് ശരിയായിരുന്നെങ്കിൽ ഞാനിത് ചെയ്യാമായിരുന്നു, ഇത് ശരിയായിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു, എൻ്റെ വീട്ടിൽ ഇന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒന്നിലേക്ക് പ്രവേശിക്കുന്ന ഒരു താല്പര്യം നമുക്കുണ്ടോ? വാക്യം 7 പറയുന്നത് അവൻ ഇന്നബിലിറ്റീസിനെ കുറിച്ച് പറയുകയാണ്. 7-ാം വാക്യം, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. മറ്റൊരുവൻ എനിക്ക് മുൻപായി ഇറങ്ങുകയാണ്, എനിക്ക് മുൻപായി ഇറങ്ങുന്നതിനാൽ തന്നെ എനിക്ക് സൗഖ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല എന്നുള്ള പരാധീനത അവൻ മുൻപിൽ പറയുകയാണ്. റോബർട്ട് എം ഹെൻസൽ എന്നുള്ള വ്യക്തി ഇങ്ങനെ പറയുന്നു, there is no greater disability in society than the inability to see a person as more. ഒരുവൻ്റെ കുറവുകളെ അവൻ തന്നെ വെച്ച് പൂജിക്കുകയാണ്. അതല്ലേ നടക്കുന്നത് ഇവിടെ? മറ്റൊരാളുടെ കുറവുകൾ, ഇങ്ങനെയൊരു കുറവുകളുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ കുറവുള്ള ഒരു മനുഷ്യനെ കണ്ടാൽ സാധാരണപ്പെട്ടതായ ഒരു മനുഷ്യൻ എന്താണ് പറയുന്നത്? അവനെ മാറ്റി നിർത്തുവാനല്ലേ ശ്രമിക്കുന്നത്. ഈ വേദഭാഗത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നൊരു സന്ദേശമുണ്ട്, എൻ്റെയും നിങ്ങളുടെയും കുറവുകളെ മാറ്റി നിർത്തുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവയെ പൊറുക്കുവാൻ തക്കവണ്ണം, അതിന് സൗഖ്യം നൽകുവാൻ തക്കവണ്ണം ശക്തനായ ഒരു കർത്താവ് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ മറുവശത്ത്, ഒരു നാണയത്തിൻ്റെ മറുവശത്ത്, ഇങ്ങനെയുള്ള ആളുകളോട് എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം എന്താണ്? ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ പ്രത്യേകമായി പ്രാർത്ഥനയിൽ ഓർക്കുവാനും അവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളെ ഓർക്കുവാനും സഭ ഇന്ന് വേർതിരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രതികരണം എന്താണ്? ഇങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുവാനാണോ? അവർ സ്വാധീനമില്ലാത്തവരാണ്, അവർ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാനാണോ? അതോ അതിനപ്പുറമായി ചില കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അപ്പോസ്തല പ്രവൃത്തികളിൽ യോഹന്നാനും പത്രോസും ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ ഇരിക്കുന്നതായി മനുഷ്യനോട് പറയുകയാണ്. അവനെക്കുറിച്ച് പറഞ്ഞുവല്ലോ, അവൻ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടുവരുന്നിരുന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. ദേവാലയ ഗോപുരത്തിൻ്റെ പേര് സുന്ദരം എന്നാണ്. പക്ഷെ അവൻ്റെ ജീവിതം വളരെ സുന്ദരമല്ലാത്ത അനുഭവമാണ്. ഭിക്ഷയാചിക്കുവാനാണ് അവനവിടെ ഇരിക്കുന്നത്. അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെ വേദഭാഗം പറയുന്നുണ്ട്. പത്രോസ് യോഹന്നാനും അവൻ ഭിക്ഷയാചിക്കുമ്പോൾ അവർ പറയുകയാണ്, പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് അവനോട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന് സൗഖ്യം ലഭിക്കുന്നു. അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. അവൻ അവിടെ തുള്ളിച്ചാടി ആരാധിക്കുന്ന അനുഭവത്തെക്കുറിച്ചാണ് ആ വേദഭാഗം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുകയാണ്, പത്രോസിൻ്റെ വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ്, വളരെ പ്രത്യേകതയുള്ളതാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്ക് നിനക്ക് തരുവാൻ വേണ്ടി മറ്റൊന്നും മെറ്റീരിയൽസ് ഇല്ല. പക്ഷേ ഞങ്ങൾ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുന്നു. ഡിസേബിൾ ആയിട്ടുള്ള പ്രതികൂല അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുമ്പോൾ പത്രോസിനെ യോഹന്നാനെയും പോലെ അവൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനോട് ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകുമോ? അങ്ങനെയുള്ള വ്യക്തികളുടെ, പ്രതികൂലാവസ്ഥയിലിരിക്കുന്ന വ്യക്തികളെ സാന്ത്വനമായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? അവരുടെ കണ്ണുനീരൊപ്പുവാൻ സാധിക്കുമോ? എനിക്കൊരു സുഹൃത്തുണ്ട്, ബോബി. അദ്ദേഹത്തിന് കാഴ്ച കുറവാണ്. മിക്കവാറും ആഴ്ചയിൽ 1 വീതം ഞങ്ങൾ ഫോണിൽ സംസാരിക്കും, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും. ബോബിക്ക് കാഴ്ചയില്ല എങ്കിലും ബോബി ബ്രെയിൽ ലിപിയുടെ പഠനങ്ങളൊക്കെ നിർവഹിക്കുന്നു. ബ്ലൈൻഡ് മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം പുതിയതായിട്ട് ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ പഠനങ്ങളൊക്കെ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആവശ്യത്തിലിരിക്കുന്നവർ അവരുടെ കഴിവുകളെ കണ്ടെത്തുവാൻ ഉള്ള
ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുവാൻ, ഒരു സപ്പോർട്ട് കൊടുക്കുവാൻ, ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിലെ ഇന്നബിലിറ്റീസിനെ കുറിച്ച് നോക്കി കാഴ്ചയില്ലാത്തവരായിരിക്കുവാൻ വേണ്ടിയല്ല, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് കാഴ്ചയോടെ നോക്കുവാൻ, ഉള്ളിലെ വെളിച്ചത്തിലൂടെ നോക്കുവാൻ നമുക്കിടയാകണം. ഐ എം നോട്ട് ഏബിൾ എന്ന് പറയുവാൻ എളുപ്പമാണ്, പക്ഷേ അതിനപ്പുറം ഐ ആം ഏബിൾ എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ പുതിയ വെളിച്ചം ഉണരുകയാണ്, പുതിയ സൂര്യ ഉദയം ഉണ്ടാവുകയാണ്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ റോൾ എന്താണ്? വാട്ട് ഈസ് മൈ റോൾ? യേശു അതാണ് ചോദിക്കുന്നത്. യേശു പറയുന്ന മറുപടി ഇതാണ്. 9-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 8-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. യേശുവിൻ്റെ പ്രതികരണം അവൻ്റെ ജീവിതത്തിലെ പുതിയ ഒരു വഴിത്തിരിവിലേക്കാണ് പ്രവേശിക്കുന്നത്. നിന്റെ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? നിനക്കാണ്. ദൈവം നിനക്ക് നൽകിയിട്ടുള്ള ആയുസ്സിൽ പല കുറവുകളും ഉണ്ടായേക്കാം. പക്ഷേ ആ കുറവുകളുടെ മധ്യത്തിൽ വീണ് കിടന്ന് തകർന്ന് പോകുവാൻ അല്ല, എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം, നിന്റെ കിടക്കയെടുത്ത് എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണമുള്ള കെൽപ്പ് ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് വണ്ടിപ്പെരിയാറിൽ സ്നേഹസങ്കേതം എന്നുള്ളൊരു സ്ഥാപനമുണ്ട്. ഭിന്നശേഷിക്കാരായ പെൺകുട്ടികൾക്കുള്ളൊരു സ്ഥാപനമാണ്. അവിടെ കഴിഞ്ഞ വർഷം വരെ വർക്ക് ചെയ്തിരുന്നത് പ്രിയപ്പെട്ട ലിജു ടി വർഗീസ് അച്ഛനാണ്. അച്ഛനോട് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫോണിൽ സംസാരിച്ചു. ഞാനവിടെ പലപ്പോഴും കഴിഞ്ഞ നാളുകളിൽ പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ അടുത്തറിയുവാൻ ഇടയായിട്ടുണ്ട്. പക്ഷെ അച്ഛൻ ഈ പ്രവർത്തനത്തെക്കുറിച്ച് വളരെ ദർശനത്തോടെയുള്ള അച്ഛൻ്റെ മറുപടി എന്നെ വളരെയധികം സ്വാധീനിച്ചു. അച്ഛൻ പറയുകയാണ്, ദേ ആർ ഗോഡ് സ്പെഷ്യൽ ക്രിയേഷൻ ആസ് അതേഴ്സ്. ഭിന്നശേഷിക്കാരാണ് എങ്കിലും അവർ ദൈവത്തിൻ്റെ ക്രിയേഷനാണ്, മറ്റുള്ളവരെ പോലെ തന്നെ ദൈവത്തിൻ്റെ ക്രിയേഷനാണ്. ആൻഡ് ദേ മേ നോട്ട് ബി ഏബിൾ ടു ഡു എവറിത്തിങ്. മറ്റുള്ളവരെ പോലെ എല്ലാം ചെയ്യുവാൻ സാധിക്കണമെന്നില്ല, പക്ഷേ അവരുടെ ജീവിതത്തിലും ഒരു ജീവൻ ദൈവം നൽകിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒരു തുടിപ്പ് ദൈവം നൽകിയിട്ടുണ്ട്. അവരെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാൻ ഏബിളാക്കി തീർക്കുവാൻ, അവരെ കഴിവുള്ളവരാക്കി തീർക്കുവാൻ ചുറ്റുമുള്ള നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അച്ഛൻ പറഞ്ഞു, ഈ ശുശ്രൂഷയിൽ പല രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടിട്ടുണ്ട്. പല രീതിയിലുള്ള ക്രിറ്റിസിസംസ്, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പലയിടങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ വശത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും കണ്ടറിയുമ്പോൾ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ്, അവരുടെ മറ്റ് ആവശ്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ, ആ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി ഇടപെടുമ്പോൾ അവരെ സ്വർഗത്തിലെ മാലാഖമാരാക്കി മാറ്റുന്ന, ഭൂമിയിലെ മാലാഖമാരാക്കി മാറ്റുന്ന വലിയൊരു ശുശ്രൂഷയാണ്. സ്വർഗത്തിലെ മാലാഖമാരെ കുറിച്ച് നമുക്ക് പറയുവാൻ ഇഷ്ടമാണ്, പക്ഷേ ഭൂമിയിലെ മാലാഖമാരാക്കി ഇവരെ മാറ്റുവാൻ തക്കവണ്ണമുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അത് പുതിയ ഒരു സൂര്യോദയത്തിന് കാരണമായി തീരുകയാണ്. പ്രശസ്ത ടെന്നീസ് താരമായിട്ടുള്ള മാർട്ടീന നവരത്തിലോവ ഇങ്ങനെ പറയുന്നു, ഡിസബിലിറ്റി ഈസ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ. ഡിസബിലിറ്റി ഈസ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ. ഇഫ് യു ക്യാൻ ഡു ജസ്റ്റ് വൺ തിങ് വെൽ, യു ആർ നീഡഡ് ബൈ സംവൺ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ബലഹീനതകളെ കണ്ടറിഞ്ഞ് കളിയാക്കുവാനല്ല, അതെന്ത് ബലഹീനതയായിരുന്നാലും, അതെന്ത് ഡിസബിലിറ്റി ആയിരുന്നാലും ഒന്ന് കരം കൊടുക്കുവാനിടയാകുമ്പോൾ അവരുടെ ഉള്ളിൽ പുതിയ അനുഭവങ്ങൾ ഒരുങ്ങുകയാണ്. അവൻ കിടക്കയെടുത്ത് നടക്കുവാൻ ഇടയായത് യേശുവിൻ്റെ വലിയ സ്വാധീനമാണ്. യേശു അവനിൽ കൊടുത്ത, അവൻ പോലും അറിയാതെ അവനിൽ കൊടുത്ത വലിയ വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, അതിനായി അനേകരുടെ ജീവിതത്തെ കരം പിടിച്ചുയർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ചുറ്റുപാടുകളിൽ പ്രതികൂലാവസ്ഥയിൽ മനസ്സ് തകർന്ന് ശരീരം തകർന്നിരിക്കുന്നവരോട് ഈ വേദഭാഗം പറയുകയാണ്, നിൻ്റെ ജീവിതാനുഭവങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ, എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ബട്ട് ആർ യു വില്ലിങ്? പ്രിയപ്പെട്ടവരെ, ആ വലിയ
ഉറപ്പിനായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതിനായി ദൈവത്തിൻ്റെ കൃപ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ കരുണാമയനെ, ഞങ്ങളുടെ ബലഹീനമായ ജീവിതങ്ങളിൽ പലപ്പോഴും കുറവുകളെ എണ്ണി എണ്ണി ഞങ്ങൾ തളർന്ന് വീണിട്ടുണ്ട്. പ്രതികൂല അവസ്ഥയിൽ ഇരിക്കുന്നവരെ ഞങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. അവർക്ക് കരം പിടിച്ച് അവരെ ഉയർത്തുവാനുള്ള ഉത്തരവാദിത്വം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ. കർത്താവേ, ബലഹീനതകളിൽ ഇരിക്കുന്നവരെ നീ എഴുന്നേൽപ്പിച്ച് നടത്തുന്നവനുമാണല്ലോ. ഇന്നത്തെ ഈ വചനം ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശം വലിയ ശക്തമായ വചനമാണല്ലോ. കർത്താവേ, തൻ്റെ ജനത്തെ കാഴ്ചയോടെ നടത്തുവാൻ, വെളിച്ചത്തോടെ നടത്തുവാൻ പ്രാപ്യനായൊരു ദൈവം ജീവിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറച്ച് ശക്തീകരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ. ആമേൻ.